ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ലാലേട്ടന്റെ 360ാമത്തെ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ലാലേട്ടന്റെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി വന്നിരിക്കുകയാണ്. ലാലേട്ടന്റെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. KR സുനിലും ഒപ്പം തന്നെ തരുൺ മൂർത്തിയും ചേർന്ന് തിരക്കഥ രചിക്കുന്ന സിനിമ M രഞ്ജിത്താണ് നിർമ്മിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം വളരെ വേഗത്തിൽ ഈ ഏപ്രിൽ മാസം തന്നെ ആരംഭിക്കുമെന്നാണ് ലാലേട്ടൻ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു വർഷം മുന്നേ തന്നെ ലാലേട്ടിന് കഥ കേട്ട് ഇഷ്ടപ്പെട്ടതാണ് എന്നും ഏപ്രിലെ രണ്ടാമത്തെ ആഴ്ച തൊടുപുഴയിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുക എന്നാണ് സിനിമയുടെ നിർമ്മാതാവ് അറിയിച്ചിരിക്കുന്നത്. തരുൺ മൂർത്തി ഉടനെ ചിത്രീകരണം ആരംഭിക്കാനിട്ടിരുന്നത് ആഷിഖ് ഉസ്മാൻ സിനിമയാണ്. ആ ചിത്രം മാറ്റി നിർത്തി വേഗത്തിൽ ഈ ലാലേട്ടൻ സിനിമ ആരംഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഈ വർഷം തന്നെ സിനിമ റിലീസ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന എന്ന താൻ കേസുകൂടെ എന്ന സിനിമയുടെ സ്പിൻ ഓഫ് സിനിമയാണ്. ചിത്രത്തിന്റെ റിലീസ് തീയതി, ഫസ്റ്റ് ലുക്ക്, ഗാനമെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. മെയ് 16-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ച ഫാൽമി എന്ന സിനിമ ആദ്യ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുകയാണ്. ബേസൽ ജോസഫ് സിനിമ ഈ മാർച്ച് മാസം 31-ന് ഏഷ്യാനെറ്റ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. പൃഥ്വിരാജ് അഭിനയിക്കാനായിട്ടിരിക്കുന്ന സിനിമകളുടെ അടക്കമുള്ള സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. സലാർ എന്ന സിനിമയുടെ ആദ്യ ഭാഗം ആദ്യ മലയാളം ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുകയാണ്. ഏഷ്യാനെറ്റിൽ അടുത്ത മാസം ഏപ്രിൽ മാസം സിനിമ സംപ്രേഷണം ചെയ്യും. ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ശൗര്യംഗ പർവം ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ആടുജീവിതം പ്രൊമോഷൻ വേളയിലെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ബഡേ മിയാൻ ചോട്ടെ മിയാൻ പൃഥ്വിരാജ് വില്ലൻ വേഷത്തിലെത്തുന്ന അക്ഷയ് കുമാർ ടൈഗർ ഷറോഫ് സിനിമയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഈ വരുന്ന മാർച്ച് 26-ാം തീയതി പുറത്തുവരും. സിനിമ ഏപ്രിൽ മാസം ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനെത്തുന്ന ഒരു ആക്ഷൻ പാക്കഡ് സിനിമയുടെ റൂമർ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞതാണല്ലോ. ഇപ്പോഴത്തെ ഒരു പ്രോജക്റ്റ് ഉറപ്പാക്കിയിരിക്കുകയാണ്. പൃഥ്വിരാജ് തന്നെയാണ് ആടുജീവിതം പ്രൊമോഷൻ വേളയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആടുജീവിതം എന്ന സിനിമയുടെ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ മുംബൈ പ്രൊമോഷനുകൾക്ക് പിന്നാലെ ഇന്ന് ചെന്നൈയിൽ പ്രൊമോഷൻ പ്രസ് മീറ്റ് എല്ലാം തന്നെ നടന്നിരിക്കുകയാണ്. സിനിമയെക്കുറിച്ച് പൃഥ്വിരാജ് ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞിരിക്കുന്നത് ചിത്രം താൻ കമ്മിറ്റ് ചെയ്തത് അവാർഡുകൾ ലക്ഷ്യമിട്ടല്ല എന്നും ബോക്സ് ഓഫീസ് ലക്ഷ്യമിട്ടാണ്, ഒരു ബ്ലോക്ക് ബസ്റ്റർ എല്ലാം തന്നെ ലക്ഷ്യമിട്ടാണ് എന്നാണ് പൃഥ്വിരാജ് ഉറപ്പാക്കിയിരിക്കുന്നത്. അടുത്തയാഴ്ച ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ വരാനായിട്ടിരിക്കുന്ന ആടുജീവിതം പൃഥ്വിരാജ് എല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത് പോലെ വലിയൊരു ബോക്സ് ഓഫീസ് വിജയമാകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന വമ്പൻ ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണല്ലോ പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റൂൾ. അല്ലു അർജുൻ നായകനെത്തുന്ന സിനിമയുടെ കേരള ബിസിനസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ കേരള തിയേറ്റർ അവകാശങ്ങൾ ആര് സ്വന്തമാക്കുമെന്ന് ഇപ്പോൾ തന്നെ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഗോകുല മൂവീസ് ആണ് സിനിമയ്ക്ക് വേണ്ടി നിലവിൽ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ടുള്ളത്. ഓഗസ്റ്റ് 15-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ വമ്പൻ ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് കേരളത്തിൽ ലക്ഷ്യമിടുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ടാം.